Hello everyone, welcome to the channel. അപ്പോൾ സി സി ടി എം എസ് സി സുവോളജിയുടെ തേർഡ് വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സാമിനെ പറ്റിയും എക്സാമിൻ്റെ പാറ്റേൺ കാര്യങ്ങൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 കാണാതെ ആരും ഇത് കാണാൻ നിൽക്കരുത്. സോ പാർട്ട് 2ലേക്ക് നമുക്ക് കടക്കാം. 6th മോഡ്യൂൾ ആയിരുന്നു ഹ്യൂമൻ ഫിസിയോളജി. എന്തൊക്കെ പഠിക്കണം അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 മുതലേ പഠിക്കുന്നതാണ്. വേരിയസ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു? ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി, എക്സ്ക്രീറ്ററി, ലോക്കോമോട്ടറി, നെർവസ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ തന്നെ എന്തൊക്കെയായിരുന്നു? ഡിഫറെൻറ്റ് ഗ്ലാൻഡ്സ്, അതിൻ്റെ ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെ. അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചില ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്? കുറച്ച് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ചില ഡിസീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കുക. നിങ്ങൾ 10ഉം +1 എന്നൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് ആയിരുന്നു എഫക്റ്റ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യമായിരുന്നു ചില എഫക്റ്റ്. ഹാംബർഗർ, ഹാൽഡെയിൻ, ബോർ എഫക്റ്റ്, പാസ്റ്റർ എഫക്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിൽ സെൻസ് ഓർഗൻ, പ്രധാനപ്പെട്ട 2 സെൻസ് ഓർഗൻസ് ആയിരുന്നു ഐയും ഇയറും. ഇതിനെ റിസപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇയറിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ നോക്കുക. ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പറഞ്ഞിരുന്നു 15 മാർക്കിന് കഴിഞ്ഞ കൊല്ലം വന്നൊരു മൊഡ്യൂൾ ആയിരുന്നു ഇമ്മ്യൂണോളജി, ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി. ഇമ്മ്യൂണോളജി കേസിലാണെങ്കിൽ എന്തായിരുന്നു? ആൻറ്റിജൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ആൻറ്റിബോഡീസിൻ്റെ ടൈപ്സ്. പ്രധാനപ്പെട്ട 5 ടൈപ്പാണ് നിങ്ങൾ പഠിച്ചത്. അതിൻ്റെ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ഏത് ആൻറ്റിബോഡിയാണ് പെൻഡാമർ ഷേപ്പിലുള്ളത്, ഏത് ആൻറ്റിബോഡിയാണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് ആൻറ്റിബോഡിക്കാണ് പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആൻറ്റിബോഡി സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ, വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എന്താണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. ഓക്കെ, അതേപോലെ എം എച്ച് സി മോളിക്യൂൾ എന്ത് എന്നീ കാര്യങ്ങളൊക്കെ നോക്കുക. നെക്സ്റ്റ് ആയിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില കണ്ടീഷനിൽ ചില ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. അത് ഏതൊക്കെ നോക്കുക. ആൻഡ് ബയോടെക്നോളജിയിൽ എന്ത് നോക്കണം? എന്തായിരുന്നു? പി സി ആറിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെ എൻസൈം ആക്ട് ചെയ്യുന്നു, ആ കൃത്യമായിട്ടുള്ള ഇവന്റ് കാര്യങ്ങൾ. എന്തായിരുന്നു? DNA, ഫിംഗർ പ്രിന്റിങ്, അതേപോലെ ബ്ലോട്ടിംഗ് ടെക്നിക്സ്. സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. സദേൺ ബ്ലോട്ടിംഗ്, നോർദേൺ ബ്ലോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഏത് മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നീ കാര്യങ്ങൾ. ആൻഡ് GMO, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ചില ക്രോപ്പ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഇതിനൊക്കെ യൂസ് എന്ത്. പിന്നെ കുറച്ച് GK റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ നിന്ന് ഇത് പഠിക്കുക. ഇനി RDNA ടെക്നോളജി, നിങ്ങൾ +2 പഠിക്കുന്ന കാര്യമാണ്. RDNA ടെക്നോളജി, റീകോംബിനന്റ് DNA ടെക്നോളജി. അതിലെ പ്രധാനപ്പെട്ട ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മോളിക്കുലാർ സിസേഴ്സ്, എന്തായിരുന്നു? മോളിക്കുലാർ ഗ്ലൂ, അതേപോലെ എന്തായിരുന്നു? ഒരു വെക്ടർ, ഒരു ക്ലോണിംഗ് വെക്ടർ. എന്തൊക്കെ ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ ചില എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്തായിരുന്നു, അതേപോലെ സെലക്ടബിൾ മാർക്കർ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്ലോണിംഗ് സൈറ്റ് കാര്യങ്ങളൊക്കെ. ആൻഡ് അതിൽ ചോദിച്ച കുറച്ച് കാര്യമായിരുന്നു മൈക്രോ ഇഞ്ചക്ഷൻ, ഇലക്ട്രോപോറേഷൻ കാര്യങ്ങളൊക്കെ. സോ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ആൻഡ് മൈക്രോബയോളജി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസം, അതുണ്ടാക്കുന്ന ഡിസീസ് കാര്യങ്ങൾ. നിങ്ങൾ 10th പഠിക്കുന്നുണ്ട്, +2 ഒരു പാഠം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് +2 2 പാഠം ഉണ്ടായിരുന്നു. ഒന്ന് ഹ്യൂമൻ ഡിസീസിനെ കുറിച്ചിട്ടും അതേപോലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ കാര്യങ്ങളൊക്കെ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വൈറസും ബാക്ടീരിയയും സ്ട്രക്ചർ കാര്യങ്ങൾ. അതിൽ തന്നെ വൈറസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. വൈറസിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ, വൈറസിൻ്റെ ഷേപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചില ഷേപ്പൊക്കെ. ആൻഡ് ഗ്രാം സ്റ്റെയിനിങ്, എന്തായിരുന്നു ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, ആൻഡ് മൈക്രോബ്സ്, നേരത്തെ പറഞ്ഞ പോലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൗസ് ഹോൾഡിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതേപോലെ ബയോ റെമഡിയേഷൻ, ബയോ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്യൂഡോമോണാസ് കുട്ടിഡ, നമ്മുടെ ഈ സീയിലൊക്കെ ഓയിൽ സ്പിൽ ഉണ്ടാകുമ്പോൾ ക്ലിയർ ആയി ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസമാണ്. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കോളജി. നെറ്റ് എക്സാമിന് ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇയർ എക്സാമിന് എന്തൊക്കെ നോക്കണം? എന്തായിരുന്നു? പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെറ്റാലിറ്റി, അതേപോലെ മോർട്ടാലിറ്റി, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ തന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലായിട്ട് ഒരു പിരമിഡൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 പിരമിഡ് പഠിച്ചിട്ടുണ്ട് +2ലും അതേപോലെ ഡിഗ്രിക്കും. എന്തൊക്കെയായിരുന്നു? ട്രയാങ്കിൾ ഷേപ്പ്ഡ്, ബൾബ് ഷേപ്പ്ഡ്, അതേപോലെ ബെൽ ഷേപ്പ്ഡ്. ഇതിൻ്റെയൊക്കെ ക്യാരക്ടർ വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്. എന്തായിരുന്നു പോപ്പുലേഷൻ ഗ്രോത്ത്, അതേപോലെ അതിൻ്റെ മോഡൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ്പോണൻഷ്യലും
അതേപോലെ ലോജിസ്റ്റിക്കും ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ മോഡൽ, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ, ഗ്രാഫ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ നിങ്ങൾ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കാര്യമാണ്. 8ലും പഠിക്കുന്നുണ്ട്, +2ൽ ഐ തിങ്ക് പഠിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഏതൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? മ്യൂച്വലിസം, പ്രെഡേഷൻ, പാരസൈറ്റിസം, കമൻസാലിസം, അമൻസാലിസം എന്നീ കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രിക്ക് എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ആയിരുന്നു ഇക്കോളജിക്കൽ ഗ്രോത്ത് പിരമിഡ്. ഒരു സെറ്റ് എക്സാമിനായാലും അതേപോലെ തന്നെ ഈ ഒരു ഇങ്ങനത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് മാസ്, പിരമിഡ് ഓഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക. നെക്സ്റ്റ് ഇക്കോളജിക്കൽ എനർജറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫുഡ് ചെയിൻ കാര്യങ്ങളൊക്കെ, എന്തായിരുന്നു പ്രൊഡ്യൂസേഴ്സ്, എന്തായിരുന്നു കൺസ്യൂമേഴ്സ്, എനർജി സണ്ണിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിലേക്ക് റീച്ച് ചെയ്തിട്ട് എങ്ങനെ അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നു, അതിൻ്റെ ബേസിൽ ഒരു ലോ പഠിച്ചിരുന്നു. ഒരു എനർജി എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബന്ധപ്പെട്ട ലോ ഉണ്ടായിരുന്നു, ലിൻഡ്മാൻസ് ലോ ഓഫ് 10%. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എന്തായിരുന്നു കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി? ഓർമ്മ ഉണ്ടാവുമല്ലോ, നിങ്ങൾ +2ലും ഡിഗ്രിക്കും പഠിച്ചതാണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ത് അതിൽ പഠിച്ചിട്ടുണ്ട്, NPP, അതുപോലെ GPP കാര്യങ്ങൾ. ആൻഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ത്. ആൻഡ് നെക്സ്റ്റ് ആയിരുന്നു എൻവയറമെന്റൽ ഫാക്ടേഴ്സ് അഥവാ അതിൻ്റെ കൂടെ പഠിക്കുന്ന കാര്യമായിരുന്നു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില ലോസ് ഒക്കെ, ലേബിക്സ് ലോ, അതേപോലെ ബ്ലാക്ക്മാൻസ് ലോ കാര്യങ്ങളൊക്കെ പഠിക്കുക. നെക്സ്റ്റ് ആയിരുന്നു ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾ. അതിൽ തന്നെ ഏതൊക്കെയായിരുന്നു? നൈട്രജൻ, കാർബൺ, സൾഫർ, ഫോസ്ഫറസ് ഒക്കെ. നൈട്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ സൈക്കിളിലെ ഓരോ ഇവന്റ് കാര്യങ്ങളൊക്കെ, അതിൽ നൈട്രജൻ ഫിക്സേഷൻ എന്ത്, ബയോളജിക്കൽ ഫിക്സേഷൻ പഠിച്ചിട്ടുണ്ട്, സിംബയോട്ടിക്കും നോൺ സിംബയോട്ടിക്കും. അതിൽ തന്നെ സിംബയോട്ടിക്കും നോൺ സിംബയോട്ടിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം ആക്ട് ചെയ്യുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നൈട്രോമോണാസ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കുക. ഇനി കമ്മ്യൂണിറ്റി എക്കോളജി നോക്കുകയാണെങ്കിൽ എന്താ പഠിക്കണം? എന്തായാലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡോമിനൻസ്, സ്പീഷീസ് അബണ്ടൻസ് കാര്യങ്ങൾ, കീസ്റ്റോൺ സ്പീഷീസ് എന്ത്, അതേപോലെ എന്തായിരുന്നു എഡ്ജ് എഫക്റ്റ്, എക്കോട്ടോൺ എന്നീ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എക്കോളജിക്കൽ സക്സഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ത്, പ്യൂറിനൽ കമ്മ്യൂണിറ്റി ഏത് കാര്യങ്ങളൊക്കെ. ഇനി എന്തായിരുന്നു ബയോഡൈവേഴ്സിറ്റി, ആട്ടുകമാരെ കൊണ്ടുവന്നു, ആ ഡേ എപ്പോഴാണ് ആചരിക്കുക കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സുകളൊക്കെ ഏതൊക്കെയായിരുന്നു? 2 പഠിച്ചത്, ഷാനോണും അതേപോലെ സിംപ്സൺസും കൃത്യമായി പഠിക്കുക. നെക്സ്റ്റ് റെഡ് ഡാറ്റ ബുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കുക. എക്സ്റ്റിൻറ്റ് സ്പീഷീസിനെ ബന്ധപ്പെട്ടത്, അതുപോലെ എൻഡമിക് സ്പീഷീസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഹോട്ട്സ്പോട്ട് കാര്യങ്ങളൊക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ട് ഏതൊക്കെയാണ് എൻഡമിക് സ്പീഷീസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി നിങ്ങൾ 8th പഠിക്കുന്നതാണ് കൺസർവേഷൻ മെത്തേഡുകൾ. എന്തൊക്കെയായിരുന്നു? ഇൻസിറ്റും അതേപോലെ എക്സിറ്റും. അതിൽ തന്നെ ഇൻസിറ്റ് എന്തായിരുന്നു? നാഷണൽ പാർക്കുകൾ, അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ് കാര്യങ്ങളൊക്കെ. എക്സിറ്റ് ആണെങ്കിൽ സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ. ആൻഡ് സ്റ്റേറ്റ് ഓർഗാനിസം നമ്മളോട് ചോദിക്കും, സ്റ്റേറ്റ് ഫിഷ് ഏതാ കേരളത്തിൻ്റെ, സ്റ്റേറ്റ് ആനിമൽ വേർഡൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. ആൻഡ് 9th കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്നാലും പഠിക്കുക. എവല്യൂഷനിൽ എന്ത് പഠിക്കണം? എന്തൊക്കെയായിരുന്നു തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലൈഫ്? ഏതൊക്കെയായിരുന്നു? ഒപ്പാരിൻ, ഹാൽഡെയിൻ പണ്ടേ പഠിക്കുന്നതാണ്, 10th പഠിക്കുന്നുണ്ട്. അതേപോലെ യൂറേ മുല്ലർ എക്സ്പെരിമെൻ്റ് ഒക്കെ നോക്കുക. ഏതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഓർഗാനിക് മോളിക്യൂൾസ്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓരോ എറാസ് ഏതൊക്കെയായിരുന്നു, അതിലെ ഇവൻറ്റ്സ് എന്തൊക്കെ, അതേപോലെ ചില ഡൊമിനിയൻ ഫോംസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏജ് ഓഫ് ഫിഷസ് ഏത്, ഏജ് ഓഫ് റെപ്റ്റൈൽസ് ഏത് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചതാണ് എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. 10th പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു ഹോമോലോഗസ് സ്ട്രക്ചർ, എന്തായിരുന്നു അനലോഗസ് സ്ട്രക്ചർ, എന്തായിരുന്നു വെസ്റ്റീരിയസ് സ്ട്രക്ചർ, അതിൻ്റെ എക്സാമ്പിളിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൺവേർജൻ, ഡൈവേർജൻ ഒക്കെ, അഡാപ്റ്റീവ് റിഡക്ഷൻ ഒക്കെ. നെക്സ്റ്റ് തിയറീസ് ഓഫ് എവല്യൂഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അതേപോലെ വീസ്മാൻ്റെ ജേം പ്ലാസം തിയറി. ലാമാർക്കിനെ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ക്വസ്റ്റ്യൻസ് കുറവാണ്. ഈ ഒരു കാര്യം കൃത്യമായി നോക്കുക. ജേം പ്ലാസം ആര് കൊണ്ടുവന്നു, നാച്ചുറൽ സെലക്ഷൻ ആര് കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് കൺസെപ്റ്റുകൾ, കുറച്ച് കൺസെപ്റ്റ് പഠിക്കാറുണ്ട്. ഏതൊക്കെയായിരുന്നു? ജീൻ പൂൾ എന്തായിരുന്നു, ജീൻ ഫ്രീക്വൻസി, ജനറ്റിക് മ്യൂട്ടേഷൻ, അതേപോലെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ത്, ഫൗണ്ടർ എഫക്റ്റ്, ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്തൊക്കെ. 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാറുണ്ട്. ഈ കൺസെപ്റ്റ് ഒക്കെ നോക്കുക. ആൻഡ് അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ജനറ്റിക് ഇക്വിലിബ്രിയം. സോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, അതുപോലെ പങ്ക്ച്വൽ ഇക്വിലിബ്രിയം ആര് കൊണ്ടുവന്നു എന്നീ കാര്യങ്ങളൊക്കെ. അടുത്തായിരുന്നു കോ എവല്യൂഷൻ എന്തായിരുന്നു. ലാസ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്തായിരുന്നു കോ എവല്യൂഷൻ, മൈക്രോ എവല്യൂഷൻ എന്ത്, മാക്രോ എവല്യൂഷൻ എന്ത്, അതേപോലെ മിമിക്രി എന്ത്.
അതിൽ തന്നെ നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ച കാര്യമാണ് സ്പീഷീസ് കൺസെപ്റ്റ് എന്ത്, അതിൻ്റെ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ മെക്കാനിസം ഓഫ് സ്പീഷീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിംപാട്രിക്, അല്ലോപാട്രിക്, പാരാപാട്രിക് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ആയിരുന്നു ഐസൊലേഷൻ മെക്കാനിസം, അതിൽ തന്നെ ജിയോളജിക്കൽ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഉണ്ട്. റീപ്രൊഡക്റ്റീവിൻ്റെ കേസിലാണെങ്കിൽ പ്രീ സൈഗോട്ടിക്കും പോസ്റ്റ് സൈഗോട്ടിക്കും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത്തോളജി എന്തൊക്കെ പഠിക്കണം, എന്തായിരുന്നു ഇംപ്രിന്റിങ് ഡെഫിനേഷൻ പഠിക്കുക, എന്തായിരുന്നു ഹാബിറ്റേഷൻ, അതേപോലെ എന്തായിരുന്നു ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ എന്തൊക്കെയായിരുന്നു ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ, ടാക്സസ്, അതേപോലെ തന്നെ കൈനസിസ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ആയിരുന്നു എൻവയോൺമെന്റൽ കണ്ടീഷനോട് ചില ഓർഗാനിസത്തിന്റെ റെസ്പോൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തായാലും ഡോർമൻസി, എന്തായാലും ഡയാപോസ്, ഈസ്റ്റിവേഷൻ, ഹിബർനേഷൻ ഒക്കെ. നെക്സ്റ്റ് എന്താ നാവിഗേഷൻ, അതേപോലെ മൈഗ്രേഷൻ. ഓക്കെ. ലാസ്റ്റ് വൺ ആയിരുന്നു ഇതിൽ സോഷ്യോ ബയോളജി, എന്തായിരുന്നു ടെറിട്ടോറിയലിറ്റി എന്താണ്, അതേപോലെ അൾട്രോയിസം എന്താണ്, സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ ടെർമൈറ്റ്സ്, അതേപോലെ ആൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ സൂ ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്തായാലും റിലംസ് ഒക്കെ പഠിക്കുക, പാലിയാർട്ടിക്, ന്യൂ ആർട്ടിക്, എത്യോപ്യൻ, അങ്ങനെ ഓരോ റിലംസ് ഒക്കെ പഠിക്കുക. ആൻഡ് അതുപോലെ ഫോണൽ ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് ഇവിടുന്ന്. എൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിരുന്നു എന്ത്, മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. മോളിക്കുലർ ബയോളജി നിങ്ങൾ +2 എന്നും അതുപോലെ ഡിഗ്രിക്കും ലാസ്റ്റ് സെമ്മിലും പഠിക്കുന്നുണ്ട്. അതിൽ ഡി എൻ എയുടെ സ്ട്രക്ചർ എന്തേ കാര്യങ്ങളൊക്കെ, ഡി എൻ എ സ്ട്രക്ചർ എങ്ങനെ, അതിൻ്റെ പാക്കേജ് കാര്യങ്ങൾ, ആൻഡ് എന്തായാലും ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സ്റ്റെപ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ എൻസൈം കാര്യങ്ങൾ, എന്തായാലും ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ലാക് ഓപ്രോൺ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോ ഇൻഫർമാറ്റിക്സ്, 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ചോദിക്കാറുണ്ട്. എന്തായിരുന്നു ന്യൂക്ലിയോടൈഡ് ബേസ് ഡാറ്റാബേസുകൾ, അതുപോലെ പ്രോട്ടീൻ ഡാറ്റാബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, TDBJ, അതുപോലെ EMBL കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡാറ്റാബേസ് അതുപോലെ റിട്രീവൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. സോ ഐ തിങ്ക് ദ ക്ലാസ് ഈസ് യൂസ്ഫുൾ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഡിഗ്രി ലാസ്റ്റ് ഇയേഴ്സിന് ജസ്റ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.